FC ബാഴ്സലോണ ഇന്നലെ സിവിയക്കെതിരെ ജയിച്ചത് ഇതിനും മാത്രം ആഘോഷമാക്കാനുണ്ടോ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. ഇത് ഓരോ ബാഴ്സലോണ ആരാധകർക്കുമേ ഈ ഒരു ഫീൽ ഇന്നലത്തെ മത്സരം കണ്ടു കഴിയുമ്പോൾ തോന്നിയിട്ടുണ്ടാവുള്ളൂ എന്നുള്ളതാണ് കേട്ടോ. അതും ഒരു 3 പോയിന്റ് തന്നെ പറയാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കോണ്ടന്റ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക, യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാന്ന് ഓർമ്മിച്ചൊരു കാര്യത്തിലേക്ക് കിടക്കാണ്. ഒന്ന്, ഗാവിയുടെ തിരിച്ചുവരവ് തന്നെയാണ്. അതിനൊരു സ്റ്റൈലുണ്ട് കേട്ടോ. ഒന്നാമത് വേറെ 2-3 മത്സരങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ഇറക്കും എന്ന് പ്രതീക്ഷിച്ചെങ്കിലും വെയിറ്റ് ചെയ്യിപ്പിച്ചിരിക്കുകയായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിവിയക്കെതിരെ നമുക്ക് ഉണ്ടായത് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു വലിയ നാണക്കേടുള്ള ഒരു തോൽവി തന്നെയാണ് ഇവിടെ സിവിയയുടെ ഹോമിൽ. അതിനൊരു പകരം വീട്ടുന്ന മാച്ചിൽ തന്നെയാണ് അവനെ ഇറക്കിയിരിക്കുന്നത്. ആൻഡ് അതും ഇൻ സ്റ്റൈൽ തന്നെയാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ റഫീനെ പിൻവലിച്ചുകൊണ്ടാണ് ആര് വരുന്നത്, ഗാവി വരുന്നത്. ആ ഒരു വരവും ആംബാൻഡ്, അതായത് ക്യാപ്റ്റന്റെ ആംബാൻഡ് അണിഞ്ഞുകൊണ്ട് ഗാവി ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നു. ആ ഒരു ഇപ്പോൾ പലപ്പോഴും പല പ്ലെയേഴ്സും സ്വന്തം സ്റ്റേഡിയത്തിൽ കൂവി വിളി ഏറ്റുവാങ്ങേണ്ട വരുന്ന സമയത്ത് ഒരു പ്ലെയർ ഇറങ്ങുമ്പോഴേ കയ്യടി കിട്ടുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ ഒരു 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 ബാഴ്സ ആരാധകനെ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ, ആ ഒരു ഫീല് മനസ്സിലാവുള്ളൂ. ഗാവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതൊരു വികാരം തന്നെയാണ്, ബാഴ്സയുടെ ഒരു 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 എഞ്ചിൻ തന്നെയാണ്. പുള്ളി നമുക്കൊരു എന്താ പറയുക, നമുക്കൊരു പവർ, ആ ഒരു ഇത് തരില്ലേ, അവൻ ആ ഒരു ഇതാണെന്ന് നമുക്കൊരു ഫീൽ ചെയ്യുന്ന ഒരു സാധനമാണ് ഗാവി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, രണ്ടാമത്തെ പോയിന്റ് അതാണ് കേട്ടോ. ക്യാമ്പ് ന്യൂവിനെ കുറിച്ച് നിങ്ങൾ ഇപ്പോൾ പലതരത്തിലുള്ള കഥകളും അടിച്ച് എന്തൊക്കെയൊക്കെയോ കളിയാക്കി കുറേ സീൻസൊക്കെ ഇറക്കിയെങ്കിലും ഒന്ന് ലാലീഗയിൽ ഇതേ ഇപ്പോൾ ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാമ്പ് ന്യൂവിൽ നമ്മൾ തോറ്റിട്ടേ ഇല്ല. ക്യാമ്പ് ന്യൂവിൽ ലാലിഗയിൽ മാത്രമല്ല, നമ്മൾ തോറ്റിട്ടേ ഇല്ല. നമ്മുടെ ഹോമിൽ തോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2026 ശേഷം അത്ര അങ്ങോട്ട് ആർക്കും ഈസി ആയിട്ട് വന്ന് നമ്മൾ അടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം അല്ല ഏത് ക്യാമ്പ് ന്യൂ എന്നുള്ളത് നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന മത്സരങ്ങളാണ്. അതിനേക്കാളും ഒക്കെ ഉപരിയായിട്ട് നമ്മുടെ ഓൾട്രോസ് ഒക്കെ തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് അവർ കൊടുക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. ഇപ്പോൾ നമുക്കറിയാം സാന്റിയാഗോ ബെർണബേउ ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ക്യാമ്പ് ന്യൂ ആയിക്കോട്ടെ, ഇതെല്ലാം ഒരു ടൂറിസ്റ്റ് സ്പോട്ടും കൂടെയാണ്. ആ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് എന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങളിൽ ഇപ്പോൾ ഫാൻസ് മാത്രം ആയിരിക്കില്ല വരുന്നുണ്ടാവുക, പലരും വരുന്നുണ്ടാവില്ല. കാരണം അതാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ടൂറിസ്റ്റ് സ്പോട്ടായി മാറുന്നത്. അവിടെ വരുന്നവരെ അവിടെ ബാഴ്സയ്ക്ക് വേണ്ടി എഴുന്നേറ്റ് നിർത്തി കൈയടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ ആ ഒരു ഓറ ക്രിയേറ്റ് ചെയ്യാണ് ആ ഫാൻസ് എന്നുള്ളതാണ്. അവർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞുള്ള മാച്ചുകളൊക്കെ ഒന്ന് എടുത്തു നോക്കി കഴിയുമ്പോൾ നമുക്ക് തന്നെ ആ ഒരു കളി ലൈവിൽ കാണുമ്പോൾ നമുക്ക് അവരുടെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നു, അവരുടെ ആ ഓരോ ഇമോഷൻസ്, കാര്യങ്ങൾ, ഇതെല്ലാം കാണാൻ പറ്റുക എന്ന് പറയുന്നത് ഓരോ ബാഴ്സലോണ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് കാര്യം തന്നെയാണ്. ആൻഡ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഗാവിയെ കൊണ്ടുവന്നതിനെ കുറിച്ച് തന്നെ ഞാൻ പറയുകയാണ് കേട്ടോ. പല താരങ്ങളും നമ്മുടെ ഇതിനകത്ത് ഈ പറയുന്ന പോലെ തന്നെ ഇഞ്ചേർഡായി മാറി നിൽക്കേണ്ട സിറ്റുവേഷനൊക്കെ വരുമ്പോൾ ഹാൻസി ഫ്ലിക്ക് എന്ന് പറയുന്ന ഒരു കോച്ച് കാണിക്കുന്ന ഒരു സപ്പോർട്ടുണ്ട്. അത് ഈ അടുത്തൊന്നും മറ്റു ഒരു കോച്ചുമാരിൽ നിന്നും നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. കാര്യം പുള്ളി ഒരു അച്ഛനെ പോലെ, അല്ലെങ്കിൽ ആ ഒരു എല്ലാ